ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും അശ്വിൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പം 2ാം ക്ലാസ്സിലെ കൊച്ചു മിടുക്കന്മാരൊക്കെ പഠിക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണല്ലേ. അപ്പോൾ നമ്മുടെ ട്യൂഷൻ്റെ ടൈം ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് പോയാലോ മക്കളെ? അപ്പം ടീച്ചർ ക്ലാസ്സിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് 1-2 കാര്യങ്ങളൊക്കെ ചോദിക്കട്ടെ. നമ്മുടെ എക്സാം ഇപ്പം നമുക്ക് കഴിഞ്ഞിരിക്കുകയാണല്ലേ, നമ്മുടെ സെക്കൻഡ് ടേം എക്സാം. അപ്പോൾ എല്ലാ മക്കളും നന്നായിട്ട് തന്നെ എക്സാം എഴുതിയിട്ടുണ്ടായിരിക്കുമോ? ഉണ്ടായിരുന്നു അല്ലേ? നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മക്കൾ നല്ല കുട്ടികളായിട്ട് എഴുതിയിട്ടുണ്ട് അല്ലേ. പിന്നെ നമുക്ക് കുറച്ച് ടഫായിട്ട് തോന്നിയിട്ടുള്ള എക്സാം ഏതാണ്? മിസ്സ് കുറച്ച് കൂട്ടുകാരടുത്തൊക്കെ അന്വേഷിച്ചപ്പം പറഞ്ഞത് ഇംഗ്ലീഷ് കുറച്ച് ടഫായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല കേട്ടോ മക്കളെ, നമുക്ക് അടുത്ത എക്സാമിന് എന്ത് ചെയ്യാം, എല്ലാ വിഷയവും നന്നായിട്ട് തന്നെ പഠിച്ചിട്ട് എല്ലാത്തിലും മുഴുവൻ മാർക്ക് മേടിക്കാം കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമ്മുടെ നെക്സ്റ്റ് എക്സാം കുറച്ച് മാസങ്ങളോട് കഴിഞ്ഞാൽ വരൂല്ലേ. മാർച്ച് ആകുമ്പോഴേക്കും നമ്മുടെ ഫൈനൽ എക്സാം വരികയാണ്. അപ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യണം, എല്ലാ പാഠഭാഗങ്ങളും പഠിച്ചിട്ട് നല്ല മിടുക്കരായിട്ട് എക്സാം എല്ലാം എഴുതി അടുത്ത ക്ലാസ്സിലേക്കല്ലേ. അടുത്തത് ഏത് ക്ലാസ്സിലേക്ക് നിങ്ങൾ പോകാനായിട്ട് പോകുന്നത്? 3ാം ക്ലാസ്സിലേക്കാണല്ലേ. അപ്പോൾ 3ാം ക്ലാസ്സിലേക്ക് നല്ല മിടുക്കന്മാരായിട്ട് പോകണം. അപ്പം എല്ലാ മക്കളും അതിനൊക്കെ റെഡിയാണല്ലോ. ഓക്കെ, അപ്പോൾ മിസ്സ് പറഞ്ഞു ഇന്നത്തെ ക്ലാസ് നമുക്ക് മാത്സ് ആണല്ലേ. മാത്സിൽ നമുക്ക് 7ാമത്തെ യൂണിറ്റ് വരെയായിരുന്നു നമ്മുടെ എക്സാമിന് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് ശേഷമുള്ള 8ാമത്തെ യൂണിറ്റാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് മീഡിയം കൂട്ടുകാർക്കുള്ളതും മലയാളം മീഡിയം കൂട്ടുകാർക്കുള്ളതും എല്ലാം മിസ്സ് ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് 8ാമത്തെ യൂണിറ്റിലോട്ട് പോകാം അല്ലേ. വളരെ സിമ്പിളായിട്ടുള്ള യൂണിറ്റാണ്. നമുക്കിതിൽ യാതൊന്നും കാര്യമായിട്ട് പഠിക്കാനായിട്ടില്ല കേട്ടോ. ജസ്റ്റ് കുറച്ച് അളവുകളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പാഠഭാഗത്ത് പഠിക്കുന്നത്. ഓക്കെ മക്കളെ, എല്ലാവരും റെഡിയാണല്ലോ? ഓക്കെ, എങ്കിൽ നമ്മുടെ 8ാമത്തെ യൂണിറ്റ് ഏതാണെന്ന് നോക്കിയാലോ. എന്താണ് മക്കളെ യൂണിറ്റിൻ്റെ പേര്? ലെറ്റ്സ് മെഷർ. എന്താണ്? ലെറ്റ്സ് മെഷർ എന്നതാണ് നമ്മുടെ 8ാമത്തെ യൂണിറ്റിൻ്റെ പേര് അല്ലേ. അതായത് അളന്നു നോക്കാം എന്നതാണ് മലയാളം മീഡിയത്തിലോട്ട് വരുമ്പോൾ നമ്മുടെ പാഠഭാഗത്തിൻ്റെ പേര് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നിങ്ങൾക്ക് അവിടെ ഒരു ചിത്രമൊക്കെ കാണാം, ഒരു ക്ലാസ് റൂമിൻ്റെ ചിത്രങ്ങൾ കാണാം അല്ലേ. അവിടെ നിങ്ങളെപ്പോലുള്ള ഒരുപാട് കൂട്ടുകാർ എന്ത് ചെയ്യുന്നുണ്ട്, മേശയുടെയും ഡെസ്കിൻ്റെയും ഒക്കെ അളവെടുക്കാനുള്ള പുറപ്പാടൊക്കെയാണ്. ഓക്കെ മക്കളെ, അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മുടെ പാഠഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളൂ. നിങ്ങളുടെ ക്ലാസ്സിലെ ഡെസ്കിൻ്റെ നീളം അളക്കുക, ഡെസ്കിൻ്റെ ഉയരം അളക്കുക, മേശയുടെ നീളം അളക്കുക, മേശയുടെ ഉയരം അളക്കുക, എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്ത് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് പോവാം അല്ലേ. നോക്കിക്കേ, ഫസ്റ്റ് തന്നെ നമുക്കുള്ള ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് നിബാസ് ഹൗസ് എന്നതാണ്. എന്താണ് മക്കളെ? നിബാസ് ഹൗസ്, അതായത് നിബയുടെ വീട് എന്നതാണ് നമ്മുടെ ആദ്യത്തെ പ്രവർത്തനം. നോക്കിക്കേ മക്കളെ, സി ദി ഹൗസ് നിബ ഹാസ് ഡ്രോൺ. നമ്മുടെ നിബയാണ്, ഈ ഇരിക്കുന്ന ആളാണ് നമ്മുടെ നിബ കേട്ടോ. അപ്പോൾ ഈ ഒരു പാഠഭാഗത്ത് നമ്മൾ നിബയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നോക്കിക്കേ, നമ്മുടെ നിബക്കുട്ടി വരച്ചിട്ടുള്ള ഒരു ചിത്രമാണ് നമുക്കവിടെ തന്നിട്ടുള്ളത് അല്ലേ. അവളത് കയ്യിൽ പിടിച്ചിരിക്കുന്നുണ്ട്. നോക്കിക്കേ മക്കളെ, നല്ല ഭംഗിയുള്ളൊരു വീടിൻ്റെ ചിത്രമാണ് നിബ വരച്ചിട്ടുള്ളത് അല്ലേ. ഓക്കെ, പിന്നെ നമ്മളോട് എന്താ പറഞ്ഞത്? ലെറ്റ്സ് മേക്ക് എ ഹൗസ് യൂസിങ് ഈർക്കിൾസ്. എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ട ഒരു പ്രവർത്തനമാണ്. എന്താണ്? നമുക്ക് ഈർക്കിൾ കൊണ്ട് ഒരു വീടുണ്ടാക്കിയാലോ. എന്താണ് മക്കളെ? ഈർക്കിൾ കൊണ്ടൊരു വീടുണ്ടാക്കിയാലോ എന്നാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പം നോക്കിക്കേ, നമ്മുടെ നിബ ഉണ്ടാക്കിയിട്ടുള്ള വീടിൻ്റെ ചിത്രം, നമുക്ക് ഈർക്കിൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള വീടിൻ്റെ ചിത്രത നമുക്കവിടെ തന്നിട്ടുണ്ട്. ഇതുപോലെ കൂട്ടുകാരും എന്ത് ചെയ്യണം മക്കളെ? ഒരു ഈർക്കിളൊക്കെ ഒടിച്ചെടുത്തിട്ട് ഇത്തരത്തിൽ വീടുണ്ടാക്കണം. ഓക്കെ മക്കളെ, അതിന് നമുക്ക് ഇപ്പോൾ വെക്കേഷൻ ആണല്ലോ, നമുക്ക് ഒത്തിരി സമയമുണ്ട് അല്ലേ. മിസ്സ് നിങ്ങൾക്കൊരു പ്രവർത്തനം തരികയാണ്. മക്കൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അമ്മമാരുടെ അടുത്തോ അച്ഛന്മാരുടെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള മറ്റു മുതിർന്നവരടുത്തോ എന്ത് ചെയ്യുക, കുറച്ച് ഈർക്കൾ കളക്ട് ചെയ്ത് തരാൻ പറയാം. എന്നിട്ട് ഇത്തരത്തിൽ മക്കളൊരു വീടിൻ്റെ രൂപം ഉണ്ടാക്കണം. എന്നിട്ട് മിസ്സിന് ഒന്നുകിൽ പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലോട്ടോ ഫോട്ടോ എടുത്തിട്ട് എല്ലാ കൂട്ടുകാരും ഷെയർ ചെയ്യണം. ഓക്കെ മക്കളെ, എല്ലാവരും ചെയ്യല്ലോ. നമ്മുടെ നിബ ഉണ്ടാക്കിയ വീടിനേക്കാൾ നല്ല ഭംഗിയുള്ള വീട് വേണം കൂട്ടുകാർ ഉണ്ടാക്കാനായിട്ട് കേട്ടോ. അപ്പോൾ പലതരത്തിലുള്ള ഈർക്കളുകൾ വേണ്ടി വരും അല്ലേ. പല വലുപ്പത്തിലുള്ള ഈർക്കളുകൾ വേണ്ടി വരും, ചെറിയ ഈർക്കൾ വേണ്ടി വരും, അതുപോലെ തന്നെ വലിയ ഈർക്കളുകളെല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ വീട് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അവിടെ തന്നിട്ടുള്ള മറ്റൊരു ചോദ്യത്തിലോട്ട് പോവാം അല്ലേ. എന്താണ് മക്കളെ കൂട്ടുകാരുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്? നോക്കിക്കേ, ഹൗ മെനി ഈർക്കിൾസ് ഡിഡ് നിബ യൂസ്. എന്താണ്? ഹൗ മെനി ഈർക്കിൾസ് ഡിഡ് നിബ യൂസ് എന്നാണ് ചോദിച്ചത്. യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഉപയോഗം എന്നതാണ് അല്ലേ. അപ്പം ഹൗ മെനി ഈർക്കിൾസ് ഡിഡ് നിബ യൂസ്.
അതായത് നമ്മുടെ നിബ ഇപ്പോൾ വീടുണ്ടാക്കിയല്ലോ, ആ വീടിൻ്റെ ചിത്രം നമുക്ക് അവിടെ തന്നില്ലേ. നമ്മുടെ നിബ എത്ര ഈർക്കൾ ഉപയോഗിച്ചു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആ വീടുണ്ടാക്കാനായിട്ട് എത്ര ഈർക്കളുകൾ ഉപയോഗിച്ചു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് എണ്ണി നോക്കാം. കൂട്ടുകാർ എന്ത് ചെയ്യുക, ഇത്തരത്തിലൊരു വീടുണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ആ വീട്ടിൽ ഉപയോഗിച്ചിട്ടുള്ള ഈർക്കളുടെ എണ്ണം എത്രയാണെന്നുള്ളത് നോക്കുക കേട്ടോ. ഇപ്പം നമുക്ക് നിബയുടെ വീടിന് എത്രത്തോളം ഈർക്കളുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്താം. നോക്കിക്കേ മക്കളെ, ആദ്യം ഇതാ ഈ കാണുന്നത് എന്താണ്, ഒരു ഈർക്കിളാണ് അല്ലേ. അപ്പോൾ 1. ഇനിയും അടുത്തത് നോക്കിക്കേ മക്കളെ, ഇതെന്താണ്, മറ്റൊരു ഈർക്കിളാണ്. അപ്പോൾ 2ആയി. പിന്നെ ഇതാ ഇവിടെ വലിയൊരു ഈർക്കളുണ്ട്, 3ആയി. ഇവിടെ വലിയൊരു ഈർക്കളുണ്ട്, 4ആയി. പിന്നെ ഇവിടെ താഴെ വലിയൊരു ഈർക്കളുണ്ട്, 5ആയി. ഈ ഒരു സൈഡിലുള്ള ഈർക്കൾ ആക്കുമ്പോൾ 6ആയി. പിന്നെ 7ആയി, 8, 9, 10, 11, 12, 13, 14, 15, 16, 17. ഓക്കെ മക്കളെ, ഇനി നമുക്ക് ഇംഗ്ലീഷിലൂടെ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കിയാലോ. ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന കൂട്ടുകാർ, മലയാളം മീഡിയം പഠിക്കുന്ന കൂട്ടുകാരും ഒക്കെ എന്ത് ചെയ്യണം, ഇംഗ്ലീഷിലും മലയാളത്തിലും കൗണ്ട് ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പം മിസ്സ് അടുത്തത് ഒന്നുകൂടി വരയ്ക്കാം. അപ്പം മക്കൾ ഒന്നുകൂടി ഇംഗ്ലീഷിൽ കൗണ്ട് ചെയ്യുക കേട്ടോ. നോക്കിക്കേ മക്കളെ, ഇവിടെയുള്ള വലിയ ഈർക്കളില്ലേ, 1, പിന്നെ 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17. യെസ്, എത്രയാണ് മക്കളെ, 17 എന്ന് പറഞ്ഞാൽ 17 അല്ലേ. അപ്പം മക്കൾ അവിടെ തന്നിട്ടുള്ള കുളത്തിൽ 17 എന്ന് എഴുതണം. എത്ര എഴുതണം, 17 എന്ന് എഴുതണം. ക്ലിയർ ആയിട്ടുണ്ടോ? ഇനി നമുക്കവിടെ മറ്റൊരു ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ട്. എന്താണെന്ന് നോക്കിക്കുക മക്കളെ. Long and short earcles are used to make the house. Let us also make a house. We need some earcles of the same length എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. അതായത് നമ്മുടെ ചിത്രത്തിൽ നമ്മുടെ നിബ ഉണ്ടാക്കിയ വീട്ടിൽ നീളം കൂടിയിട്ടുള്ള ഈർക്കളുകളും നീളം കുറഞ്ഞ ഈർക്കളുകളും ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്കറിയാം വീടിൻ്റെതായി ഈ ഒരു ചുമരും അതുപോലെ തന്നെ മേൽക്കൂരിയൊക്കെ അല്ലേ, ഇവിടെയൊക്കെ നമ്മൾ വലിയ ഈർക്കളുകളാണ് ഉപയോഗിച്ചത്. പക്ഷേ ഈ ജനാല അതുപോലെ തന്നെ വാതിൽ തുടങ്ങിയിട്ടുള്ള അവിടെയൊക്കെ നമ്മൾ കുറച്ച് നീളം കുറഞ്ഞ ഈർക്കളാണ് ഉപയോഗിച്ചിട്ടുള്ളത് അല്ലേ. അപ്പം നമ്മളോട് പറഞ്ഞത് നമുക്കും ഒരു വീടുണ്ടാക്കാം, ഒരേ നീളമുള്ള ഈർക്കളുകളും വേണമല്ലോ. വേണ്ടേ മക്കളെ, ഒരേ നീളമുള്ള ഈർക്കൾ വേണ്ടേ. ഞാൻ നോക്കിക്കുക, വീടിൻ്റെ ഈ ഒരു സൈഡിലും ഈ സൈഡിലൊക്കെ എന്താണ്, ഒരേ ലെങ്ത് ഉള്ള ഈർക്കളുകളാണ് അല്ലേ. അതുപോലെ തന്നെ ഈ സൈഡിലും ഒരേ ലെങ്ത് ആണ്. പിന്നെ ഈ ഒരു സൈഡും ഒരേ ലെങ്ത് ആണ് അല്ലേ. അപ്പോൾ ഒരേ ലെങ്ത്തിലുള്ള ഈർക്കളുകളും നമുക്കതിന് ആവശ്യമാണ് അല്ലേ. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് അടുത്തൊരു ഭാഗത്തോട്ട് പോവാം. നോക്കിക്കേ, how do we cut pieces of same length? Discuss with your friends എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ, എങ്ങനെയാണ് ഒരേ നീളത്തിൽ മുറിക്കുക അല്ലേ. നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ചർച്ച ചെയ്യുമല്ലോ. അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, മിസ് 2 ഈർക്കളുകൾ തരാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ഈർക്കളാണ്, അതിനേക്കാൾ കുഞ്ഞതായിട്ടുള്ള ഒരു ഈർക്കളുണ്ട്. അപ്പം നിങ്ങളോട് പറയാണ് അത് രണ്ടും ഒരേ നീളമാക്കണം, അതിൻ്റെ രണ്ടിൻ്റെയും ലെങ്ത് എന്ത് ചെയ്യണം, ഈക്വൽ ആക്കണം. അപ്പം മിസ് മക്കൾ എങ്ങനെയാണ് അത് മുറിച്ചെടുക്കുക മക്കളെ? ഒരേ നീളം വരാനായിട്ട് നിങ്ങൾ എങ്ങനെയാണ് മുറിച്ചെടുക്കുക? ഏത് ഈർക്കൾ മുറിക്കണം? നമ്മൾ ചെറുത് ഏതാണോ അതിൻ്റെ വലുപ്പത്തിലെല്ലാം ആക്കിയെടുക്കേണ്ടത് മക്കളെ. അല്ലാതെ ഈ ചെറിയ ഈർക്കൾ നമുക്ക് ഒരിക്കലും ഇത്തരം വലുതാക്കാനായിട്ട് പറ്റില്ല. അപ്പം നമ്മൾ വലിയ ഈർക്കലിനെ ഒടിച്ചിട്ട് എന്ത് ചെയ്യും, ചെറിയ ഈർക്കലിൻ്റെ ലെങ്ത്തിലേക്ക് കൊണ്ടുവരും അല്ലേ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം എന്താണ് ചെയ്യുക മക്കളെ, 2 ഈർക്കളും എന്ത് ചെയ്യും, നമ്മൾ ചേർത്ത് വെക്കും അല്ലേ. അപ്പോൾ ഇത് വലിയ ഈർക്കൾ, അതിൻ്റെ അടുത്തേക്ക് തന്നെ ചേർത്ത് എന്ത് ചെയ്യും, ചെറിയ ഈർക്കലും വെക്കും. എന്നിട്ട് രണ്ടും ഏകദേശം എന്ത് ചെയ്യും, ലെങ്ത് ഈക്വൽ ആക്കി വെച്ചതിന് ശേഷം ഈ മുകളിലോട്ടുള്ള ഭാഗം നമ്മൾ എന്ത് ചെയ്യും മക്കളെ, മുകളിലേക്കുള്ള ഈ ഭാഗം നമ്മൾ ഒടിച്ച് കളയാണ് ചെയ്യുക അല്ലേ. അപ്പോൾ നമുക്ക് ആ രീതിയിൽ എന്ത് ചെയ്യാം, ഒരേ നീളത്തിൽ മുറിച്ചെടുക്കാനായിട്ട് പറ്റൂലേ. ഓക്കെ,
അപ്പം നിങ്ങൾ അത്തരത്തിലാണ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങളുടെ കൂട്ടുകാരുമായിട്ടൊക്കെ ചർച്ച ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർക്ക് അത്തരത്തിൽ പറയാൻ അറിയില്ലെങ്കിൽ മക്കൾ പറഞ്ഞു കൊടുക്കുക. എങ്ങനെയാണ് നിങ്ങൾക്ക് 2 വലുപ്പത്തിലുള്ള ഈർക്കിൾ തന്നാൽ അതിന് രണ്ടിനെയും ഒരേ നീളത്തിലാക്കി മാറ്റുക എന്നുള്ളത് മക്കൾ പറഞ്ഞു കൊടുക്കുക കേട്ടോ. രണ്ടിനെയും ചേർത്ത് വെക്കുക. എന്നിട്ട് ചെറുതിൻ്റെ നീളത്തിനനുസരിച്ച് വലുതിൻ്റെ നീളം എന്ത് ചെയ്യുക, ബാക്കി മുറിച്ച് കളയുക. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ഭാഗത്തോട്ട് പോവാം. നോക്കിക്കേ, അവിടെ നമ്മുടെ ബോയ് എന്താണ് പറയുന്നത്, ഐ ആം ഓൾസോ മേക്കിംഗ് ആൻ ഈർക്കിൾ ഹൗസ് അല്ലേ. അവനും എന്ത് ചെയ്യാണ്, ഒരു ഈർക്കിൾ വീട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സി ദി 2 ഈർക്കിൾസ് ഫോർ വാൾസ് എന്നാണ് പറഞ്ഞത്. അതായത് നമുക്ക് അതിന് 2 പിക്ചേഴ്സും തന്നെ കേട്ടോ. അതായത് വാൾ ഉണ്ടാക്കുന്നത് നമ്മുടെ ഭിത്തിയില്ലേ, ചുമരുണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്ത 2 ഈർക്കിൾ നോക്കൂ. നമുക്കിത് 1ാമത്തെ ഈർക്കിൾ, ഇത് 2ാമത്തെ ഈർക്കിൾ, ഇങ്ങനെ കണക്കാക്കാം. അപ്പോൾ ഈ 2 ഈർക്കിളുകളാണ് ചുമരുണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് അല്ലേ. അപ്പം ഇതിൽ വലുതിന് മക്കളെടുത്ത് ടിക്ക് ഇടാനാണ് പറഞ്ഞിട്ട് കേട്ടോ. നോക്കിക്കേ, മാർക്ക് ദി ലോങ്ങർ പീസ് വിത്ത് എ ടിക്ക് എന്നാണ് പറഞ്ഞത്. അതായത് ലോങ്ങർ പീസ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ, വലിയ കഷ്ണത്തിന് എന്ത് ചെയ്യണം മക്കളെ, ഒരു ടിക്ക് ഇടാനാണ് പറഞ്ഞിട്ടുള്ളത്, ഒരു ശരിയിടാനാണ് പറഞ്ഞിട്ടുള്ളത്. തന്നിട്ടുള്ളതിൽ ഏതാണ് മക്കളെ വലുത്? യെസ്, നമുക്ക് 1 നമ്പർ ഇട്ടിട്ടുള്ളതാണ് എന്ത്, വലുത് അല്ലേ. അപ്പം അതിന് വേണം മക്കൾ ശരിയിടാനായിട്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്കവിടെ ചോദിച്ചിട്ടുണ്ട്, വലുതിന് തന്നെയാണോ നിങ്ങൾ ശരിയിട്ടത്, എങ്ങനെ കണ്ടുപിടിക്കും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം, ആ 2 നമ്മൾ ചേർത്ത് വെക്കുക അല്ലേ. നീളം കൂടിയതും നീളം കുറഞ്ഞതും എന്ത് ചെയ്യുക, ചേർത്ത് വെക്കുക. നമുക്ക് എങ്ങനെ കിട്ടും, ഇത് നീളം കൂടിയത്, അതിനടുത്ത് ഇങ്ങനെ നീളം കുറഞ്ഞതുണ്ടായിരിക്കും അല്ലേ. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഏതാണ് നീളം കൂടിയത് എന്നുള്ളത് അല്ലേ. ഓക്കെ, ഇനി നമ്മളോട് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. എന്താണ്, ഹൗ ഡു യു മേക്ക് ദി ലെങ്ത്സ് ഈക്വൽ എന്നാണ് ചോദിച്ചത്. അതായത് 2ഉം ഒരേ നീളമാക്കാൻ എന്തു ചെയ്യണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് മക്കളെ ചെയ്യേണ്ടത്, 2ഉം എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം ചേർത്ത് വെക്കുക അല്ലേ. ചേർത്ത് വെച്ച് നമുക്ക് വലുതേതാ ചെറുതേതാ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യുക, വലുതിൻ്റെ ബാലൻസ് ആയിട്ട് വരുന്ന ഭാഗം നമ്മളത് മുറിച്ച് കളയാണ് ചെയ്യേണ്ടത് അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് അവിടെ മറ്റൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. കട്ട് അതർ ഈർക്കിൾസ് ലൈക്ക് ദിസ് ആൻഡ് പേസ്റ്റ് ദം ടു മേക്ക് എ ബ്യൂട്ടിഫുൾ ഹൗസ് എന്നാണ് പറഞ്ഞത് കേട്ടോ. ഇതേ രീതിയിൽ വീടിന് വേണ്ട മറ്റ് ഈർക്കിളുകൾ മുറിച്ചെടുത്തിട്ട് ഒടിച്ചൊരു നല്ല വീടുണ്ടാക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. അപ്പം നേരത്തെ ഉണ്ടാക്കിയിട്ട് ശരിയാവാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്നുകൂടി ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഓരോന്നിൻ്റെ വലുപ്പം, ഭിത്തിയുടെ വലുപ്പം, അതുപോലെ തന്നെ നമ്മൾ വാതിൽ ഉണ്ടാക്കുന്ന സമയത്ത് അതിന് എത്രത്തോളം ലെങ്ത്ത് വേണം, ജനാലയ്ക്ക് എത്രത്തോളം ലെങ്ത്ത് വേണം, മേൽക്കൂരയ്ക്ക് എത്രത്തോളം ലെങ്ത്ത് വേണം എന്നതൊക്കെ മക്കൾ നോക്കുക കേട്ടോ. എന്നിട്ട് അതിനനുസരിച്ച് നല്ല ഭംഗിയുള്ളൊരു വീടുണ്ടാക്കാനായിട്ട് എല്ലാ കൂട്ടുകാരും ശ്രദ്ധിക്കുക. ഓക്കെ മക്കളെ, റെഡിയാണല്ലോ. ഇനി നമുക്ക് മറ്റൊരു പ്രവർത്തനത്തിലോട്ട് പോവാം അല്ലേ. ഷോർട്ടസ്റ്റ് റൂട്ട് എന്താണ് മക്കളെ പ്രവർത്തനത്തിൻ്റെ പേര്, ഷോർട്ടസ്റ്റ് റൂട്ട് എന്നതാണ് അല്ലേ. അതായത് എളുപ്പ വഴി കണ്ടുപിടിക്കാമോ എന്നാണ് ചോദിച്ചത്. എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് അല്ലേ. ഓക്കെ മക്കളെ, നോക്കിക്കേ, നിബ came to school the next day with a problem. Take കുഞ്ഞൻ home. കുഞ്ഞൻ can go home only along the matchsticks. ഓക്കെ മക്കളെ, അപ്പോൾ എന്താണ് നമുക്കിവിടെ ചോദിച്ചിട്ടുള്ളത്, നമ്മുടെ നീബ എന്ത് ചെയ്തിട്ടുണ്ട്, അടുത്ത ദിവസം ഒരു ചെറിയൊരു പ്രശ്നവുമായിട്ടാണ് ക്ലാസ്സിൽ വന്നിട്ടുള്ളത് അല്ലേ. എന്താണ് അവളുടെ പ്രശ്നം, നമ്മുടെ കുഞ്ഞനെ അവൻ്റെ കൂട്ടിലെത്തിക്കണം. അപ്പോൾ തീപ്പട്ടി കമ്പുകൾ മക്കൾ അവിടെ കണ്ടില്ലേ, ആ കമ്പുകളിലൂടെ വേണം നമ്മുടെ കുഞ്ഞിന് അവൻ്റെ വീട്ടിലെത്താനായിട്ട്. അപ്പോൾ കുഞ്ഞനെ വീട്ടിലെത്തിക്കാനാണ് മക്കളടുത്ത് പറഞ്ഞത് കേട്ടോ. അപ്പോൾ പല വഴിക്കും കുഞ്ഞിന് എന്ത് ചെയ്യാം, അവൻ്റെ വീട്ടിലോട്ട് പോവാം. ഓരോ വഴിയിലൂടെ പോകുമ്പം എത്ര തീപ്പട്ടി കമ്പുകൾ ഉപയോഗിച്ചു എന്ന് കണ്ടെത്താനും അതെന്ത് ചെയ്യണം, താഴെ തന്നിട്ടുള്ള ആ ഒരു ടേബിളിലേക്ക് എഴുതി ചേർക്കാനുമാണ് മക്കളെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് കുഞ്ഞിനെ എന്ത് ചെയ്യാം, കുഞ്ഞിൻ്റെ കൂട്ടിലേക്ക് എത്തിക്കാം. ഓക്കെ മക്കളെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഏതൊക്കെ റൂട്ടിലൂടെ പോവാം, മിസ്സ് ഓരോ റൂട്ടിലൂടെയും വരയ്ക്കുക. അപ്പോൾ മക്കൾ എന്ത് ചെയ്യണം, ആ റൂട്ടിൽ പോകുന്ന സമയത്ത് എത്ര മാജിക്സ് ആണ് ഉള്ളത്, അഥവാ എത്ര തീപ്പട്ടിക്കൊള്ളികളാണ് ഉള്ളത് എന്നുള്ളത് മക്കൾ കൗണ്ട് ചെയ്യണം കേട്ടോ. ഓക്കെ മക്കളെ, നമുക്ക് ഫസ്റ്റ് റൂട്ടിൽ പോവാം കേട്ടോ. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിന്ന് നമ്മൾ ഇവിടേക്ക് പോകുമ്പോൾ അവിടെ ഒന്നുണ്ട് അല്ലേ. അപ്പോൾ 1 2 3 4 5 6 7 8 അല്ലേ.
8 മാച്ച് സ്റ്റിക്സിലൂടെ പോയപ്പോൾ നമ്മുടെ കുഞ്ഞൻ എവിടെ എത്തി? അവിടെ കുഞ്ഞൻ്റെ വീട്ടിലെത്തി അല്ലേ? 8 തീപ്പെട്ടിക്കൊള്ളിലൂടെ പോയപ്പോഴാണ് അവൻ അവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഒന്നാം റൂട്ടിലൂടെ എത്ര തീപ്പെട്ടിക്കൊള്ളുകളാണ് എടുത്തിട്ടുള്ളത്? 8 എണ്ണമാണ് അല്ലേ? അപ്പോൾ നമുക്ക് അവിടെ താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട് കേട്ടോ. നോക്കിക്കേ, അവിടെ റൂട്ട് 1 എന്നുള്ള കോളം ഉണ്ട്. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ടു ഹോം അല്ലേ, വീട്ടിലേക്കുള്ള ദൂരം എത്രയായെന്നുള്ള ഒരു കോളം ഉണ്ട് കേട്ടോ. നോക്കിക്കേ മക്കളെ, വഴി എന്നുള്ളതും വീട്ടിലേക്കുള്ള ദൂരം എന്നുള്ളതും. അപ്പോൾ ഒന്നാമത്തെ വഴിയിൽ എത്ര തീപ്പെട്ടി കമ്പുകൾ ഉപയോഗിച്ചു എന്നുള്ളത് മക്കൾ അവിടെ എഴുതണം. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയത്? 8 അല്ലേ? 8 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ മക്കൾ അവിടെ 8 എന്ന് എഴുതണം കേട്ടോ. 8 മാച്ച് സ്റ്റിക്സ് അഥവാ 8 തീപ്പെട്ടിക്കൊള്ളികൾ. ഇനി നമുക്ക് സെക്കൻഡ് നോക്കാം അല്ലേ, രണ്ടാമത്തെ വഴിയിലൂടെ നോക്കാം. ഓക്കെ, നോക്കിക്കേ മക്കളെ, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ വഴി മിസ് വരയ്ക്കാം. നേരത്തെ നിങ്ങൾ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യണം? എത്ര തീപ്പെട്ടിക്കൊള്ളികളാണുള്ളത് എന്നുള്ളത് മക്കൾ കൗണ്ട് ചെയ്യണം. ഓക്കെ മക്കളെ, നേരത്തെ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. അപ്പോൾ 1 2 3 നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ നമ്മൾ നേരെ മുകളിലോട്ടായിരുന്നു പോയതല്ലേ, അതല്ലാതെ ഇവിടെ നേരെ നമ്മൾ പോവാം. അപ്പോൾ എത്രയായി? 4. നമ്മൾ ഇങ്ങോട്ട് പോകുമ്പം 5 6 അല്ലേ? ഈ ഒരു റൂട്ടിൽ വരുന്ന സമയത്ത് അവിടെ എത്ര മാച്ച് സ്റ്റിക്സ് ആണുള്ളത്? യെസ്, 6 എണ്ണമാണ് അല്ലേ? എത്ര എണ്ണമാണുള്ളത്? 6 എണ്ണമാണുള്ളത്. 6 മാച്ച് സ്റ്റിക്സ് ആണുള്ളത്. മക്കൾ അവിടെ എന്ത് എഴുതണം? 6 എന്ന് വേണം എഴുതാനായിട്ട് കേട്ടോ. 6 എന്ന് എഴുതാം. ഓക്കെ മക്കളെ, ദെൻ റൂട്ട് 3 മൂന്നാമത്തെ റൂട്ട് എഗെയിൻ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് തന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. നോക്കിക്കാം മക്കളെ, 1 2 3. ഇനി നമുക്ക് എവിടത്തില്ല പോവാം? മുകളിലൂടെ നമ്മൾ പോയി നേരെയുള്ള വഴിയിലൂടെ നമ്മൾ പോയില്ലേ, തൊട്ട് താഴത്തേക്ക് പോവാം. നോക്കിക്കുക മക്കളെ, അപ്പം 3 കഴിഞ്ഞിട്ട് 4 5 6 അല്ലേ? ഇവിടെയും എത്ര മാച്ച് സ്റ്റിക്സ് ആണ് വന്നിട്ടുള്ളത്? 6 മാച്ച് സ്റ്റിക്സ് അല്ലേ? 6 തീപ്പെട്ടിക്കൊള്ളികളാണ് വന്നിട്ടുള്ളത്. ഓക്കെ മക്കളെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വഴിയിലൂടെ പോവാം അല്ലേ? നോക്കിക്കേ, ഇനി നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. മക്കളൊന്ന് കൗണ്ട് ചെയ്യണേ. 1 2 3 4 5 അല്ലേ? ഇതിൽ വന്നപ്പോൾ എത്ര മാച്ച് സ്റ്റിക്സ് ആണ് മക്കൾ ആവശ്യമായി വന്നത്? 5 തീപ്പെട്ടിക്കൊള്ളികളാണ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് അല്ലേ? ഇനി നോക്കിക്കേ മക്കളെ, വീണ്ടും നമുക്ക് അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നോക്കിക്കേ, 1 2 3 4 5 6 7 അല്ലേ? അതിൽ വന്നപ്പോൾ നമുക്ക് എത്രയായി മക്കളെ? 7 ആയില്ലേ? 7 മാച്ച് സ്റ്റിക്സ് ആയി. ഓക്കെ മക്കളെ, ഇനി വീണ്ടും നമുക്ക് ആ വഴി തന്നെ പോയിക്കൂടെ മക്കളെ? വീണ്ടും നമുക്ക് ആ വഴി തന്നെ പോവാം അല്ലേ? നോക്കിക്കേ, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. 1 2 നമുക്ക് നേരെ താഴേക്ക് ഇറങ്ങാം അല്ലേ? 3 4 5 അല്ലേ? ഇതിൽ വന്നപ്പോൾ നമുക്ക് എത്രയായിട്ടുള്ളൂ? 5 മാച്ച് സ്റ്റിക്സ് ആണ് ആയിട്ടുള്ളത് അല്ലേ? 5 തീപ്പെട്ടിക്കൊള്ളികളാണ് ആയിട്ടുള്ളത്. ഇനി അടുത്ത് നോക്കിക്കേ മക്കളെ, ഇനി നമുക്ക് അതാ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? മക്കൾ കൗണ്ട് ചെയ്തേ. 1 2 3 നമുക്ക് നേരെ താഴേക്ക് ഇറങ്ങാം. 4 5 6 അല്ലേ? ഈ വഴി വന്നപ്പോൾ എത്രയായി? 6 മാച്ച് സ്റ്റിക്സ് ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വഴിയെ പോവാം. ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് 1 2 3 4 5 6 അല്ലേ? അതിൽ വന്നപ്പോൾ എത്രയാണ്? 6 മാച്ച് സ്റ്റിക്സ് ആണുള്ളത് അല്ലേ? ഇനി നമുക്ക് അടുത്തത് എന്ത് ചെയ്യാം? നേരെ മുകളിലൂടെ പോവാമല്ലോ. നോക്കിക്കേ മക്കളെ, ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് 1 2 3 4 5 6 7 8 അല്ലേ? അതിൽ പോകുന്ന സമയത്ത് എത്രയാണ്? 8 മാച്ച് സ്റ്റിക്സ് ആണ് ആയിട്ടുള്ളത്. അപ്പം നമ്മൾ ഓരോ റൂട്ടിലെയും ഓരോ വഴിയിലൂടെ പോകുമ്പോൾ എത്രയാണ് വീട്ടിലേക്കുള്ള ദൂരം എന്നുള്ളത് നമ്മൾ കണ്ടെത്തി അല്ലേ? 8 തീപ്പെട്ടിക്കൊള്ളികളിലൂടെ പോകണം, ചിലതിൽ 6 എണ്ണത്തിലൂടെ പോകണം, ചിലതിൽ 5 എണ്ണത്തിലൂടെ പോകണം, 7 എണ്ണത്തിലൂടെ പോകണം അല്ലേ? അങ്ങനെ വ്യത്യസ്ത എണ്ണം തീപ്പെട്ടിക്കൊള്ളികളിലൂടെയൊക്കെ പോകണം നമ്മുടെ കുഞ്ഞന് അവൻ്റെ വീട്ടിലെത്താനായിട്ട്. ഓക്കെ മക്കളെ, മനസ്സിലായിട്ടുണ്ടല്ലോ? അപ്പം നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ കുഞ്ഞനെ വീട്ടിലേക്ക് എത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ? ഓക്കെ മക്കളെ, അപ്പം എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടല്ലോ? നമ്മളെ കുഞ്ഞിനെ വളരെ വേഗം അവൻ്റെ വീട്ടിലേക്ക് എത്തിച്ചു അല്ലേ? ഓക്കെ, ഇനി നമ്മൾ മറ്റൊരു ഭാഗത്തോട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ചെറിയൊരു കാര്യം പഠിക്കാനായിട്ട് പോവാണ് കേട്ടോ. ഇത് നോക്കിക്കുക മക്കളെ, എന്താണ്? നമ്മുടെ ഒരു കൈപ്പത്തിയാണ് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്കറിയാം, നമുക്ക് 5 ഫിംഗേഴ്സ് ഉണ്ട് അല്ലേ? അപ്പം ഇതേതാണ്? നമ്മുടെ തമ്പാണല്ലേ? നമ്മുടെ ഏറ്റവും വലിയ, നമ്മൾ പെരുവിരൽ എന്നൊക്കെ നമ്മൾ പറയും അല്ലേ? ഇനി നമുക്ക് കാണുന്ന ഈ വിരൽ ഏതാണ്? നമ്മുടെ ലിറ്റിൽ ഫിംഗർ ആണ് അല്ലേ? ഏറ്റവും ചെറിയ
വിരൽ അല്ലേ, നമ്മുടെ ചെറുവിരൽ എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ മക്കളെ, അപ്പം ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന മറ്റൊരു പുതിയ കൺസെപ്റ്റാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ എന്തിൻ്റെങ്കിലുമൊക്കെ ലെങ്ത്ത് മെഷർ ചെയ്യണേ നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ടാണ് മക്കളെ? നമ്മൾ സ്കെയിലൊക്കെ ഉപയോഗിച്ചിട്ടാണ് ലെങ്ത്ത് മെഷർ ചെയ്യുന്നത് അല്ലേ. പക്ഷേ കുറച്ച് മുന്നേയുള്ള കാലങ്ങളിലൊക്കെ നമ്മളിതാ നോക്കിക്കേ, നമ്മളിപ്പോൾ ഈ തമ്പിൻ്റെ ഈ ഒരു ടിപ്പ് അല്ലേ, നമ്മുടെ ഈ ഒരു തമ്പിൻ്റെ ഈ ഒരു ടിപ്പും അതുപോലെ നമ്മുടെ ലിറ്റിൽ ഫിംഗർ, നമ്മുടെ ചെറുവിരലിൻ്റെ ഈ ഒരു ടിപ്പും തമ്മിലുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, നമ്മൾ കൈ ഇങ്ങനെ നിവർത്തി പിടിക്കുന്ന സമയത്ത് അങ്ങനെ നമ്മൾ കൈ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഓരോന്നിൻ്റെ ലെങ്ത് ഒക്കെ മെഷർ ചെയ്തിട്ടുള്ളത്. അതിനെ നമ്മൾ ചാണെന്ന് പറയും കേട്ടോ. മലയാളത്തിൽ നമ്മൾ അതിനെന്താണ് പറയുക? ചാള്. നമ്മുടെ ഈ ഒരു പെരുവിരൽ മുതൽ നമ്മുടെ ഈ ഒരു ചെറുവിരൽ വരെയുള്ള ഈ ഒരു ലെങ്ത്തിനെ മക്കളെല്ലാവരും കൈയൊന്നിങ്ങനെ വിടർത്തി പിടിച്ച് നോക്കിക്കേ. നിങ്ങൾ ഈ ഒരു പിക്ചറിൽ കാണുന്ന രീതിയിൽ ഇപ്പം മക്കളുടെ പെരുവിരലും അതുപോലെ തന്നെ നിങ്ങളുടെ ചെറുവിരലും തമ്മിലുള്ള ആ ഒരു ലെങ്ത്തില്ലേ, ആ ഒരു ലെങ്ത്തിനെയാണ് നമ്മൾ ചാണെന്ന് പറയുന്നത് കേട്ടോ. ഇംഗ്ലീഷിൽ നമ്മളതിനെ സ്പാൻ എന്ന് പറയും. അത് നമ്മൾ വഴിയെ നമ്മൾ പഠിക്കൂ കേട്ടോ. അപ്പം ആ ഒരു ലെങ്ത്തിനെയാണ് എന്തെന്ന് മക്കളെ പറയുന്നത്? ചാണെന്ന് പറയുന്നത് കേട്ടോ. നമുക്കിനി അത് പഠിക്കാനായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം മക്കൾ ആ ഒരു കൺസെപ്റ്റ് ഓർത്തിരിക്കുക. എന്താണ് ചാന് അഥവാ എന്താണ് സ്പാൻസ് എന്ന് പറഞ്ഞാൽ മക്കൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, ഇനി നമുക്കുള്ള പോർഷനാണ് ലെറ്റ്സ് മെഷർ ദി ലെങ്ത്. എന്താണ് മക്കളെ? ലെറ്റ്സ് മെഷർ ദി ലെങ്ത്, അതായത് നമുക്ക് നീളം അളക്കാം എന്നുള്ളതാണ് മറ്റൊരു പ്രവർത്തനം. അവിടെ പിക്ചറിൽ നോക്കിക്കേ, നമുക്ക് അവിടെ ഒരു ക്ലാസ് മുറിയുടെ ചിത്രം കാണാം അല്ലേ. അവിടെ എന്ത് ചെയ്യാണ്? ടീച്ചറും കുട്ടികളും കൂടി വാതിലിൻ്റെ ലെങ്ത്ത് എന്ത് ചെയ്യാണ്? മെഷർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ, അളന്ന് നോക്കുകയാണ്. അപ്പോൾ അവരെന്താണ് സംസാരിക്കുന്നതെന്ന് നോക്കിക്കേ മക്കളെ. നോക്കിക്കേ, അവിടെ ടീച്ചർ പറയാണ് ലെറ്റ്സ് മെഷർ ദി ഹൈറ്റ് ഓഫ് ദിസ് ഡോർ എന്ന് പറയാണ് അല്ലേ. അപ്പോൾ കുട്ടികൾ എന്താ പറയാണ്? ഡോർസ് ഹൈറ്റ് ഈസ് മോർ ദാൻ ടീച്ചേഴ്സ് ഹൈറ്റ് എന്ന് അവിടെ കുട്ടികൾ പറയുന്നുണ്ടല്ലേ. അതായത് ടീച്ചർ പറയാണ് കുട്ടികളടുത്ത് നമുക്ക് ഈ വാതിലിൻ്റെ ഉയരം അളന്ന് നോക്കിയാലോ എന്ന് പറയുന്ന സമയത്ത് കുട്ടികൾ എന്താണ് പറയുന്നത്? വാതിലിൻ്റെ ഉയരമാണോ ടീച്ചറിൻ്റെ ഉയരമാണോ കൂടുതലെന്ന് അവിടെ ചോദിക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, പിന്നെ മക്കൾക്ക് അവിടെയുള്ള ഒരു പ്രവർത്തനം പറയുന്നുണ്ട്. നിങ്ങളുടെ ക്ലാസ്സിലെ ബെഞ്ചിൻ്റെ നീളവും ഡെസ്കിൻ്റെ നീളവും കമ്പ് ഉപയോഗിച്ച് അളന്നു നോക്കൂ എന്നാണ് നിങ്ങളടുത്ത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നിങ്ങളത് ക്ലാസ്സിൽ ചെയ്യേണ്ട പ്രവർത്തനമാണ്. മക്കൾക്ക് കിട്ടുന്ന തരത്തിൽ എന്ത് ചെയ്യുക? ഒരു കമ്പെടുക്കുക, അതായത് ഒരു കോലെടുക്കുക, ഒരു സ്റ്റിക്ക് എടുത്തിട്ട് എന്ത് ചെയ്യുക? നിങ്ങളുടെ ബെഞ്ചിൻ്റെയും അതുപോലെ തന്നെ നിങ്ങളുടെ ഡെസ്കിൻ്റെ നീളവും നിങ്ങൾ മെഷർ ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ പലതരത്തിലുള്ള കുട്ടികളുണ്ടായിരിക്കും. ഓരോരുത്തർക്കും കിട്ടുന്ന കമ്പിൻ്റെ വലുപ്പം എന്തായിരിക്കും? വ്യത്യസ്തമായിരിക്കും അല്ലേ. നിങ്ങൾക്ക് ചിലപ്പം കുറച്ച് വലിയ കമ്പായിരിക്കും കിട്ടിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം ചെറിയ കമ്പായിരിക്കും കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പം നിങ്ങളത് വലിയ കമ്പ്, നിങ്ങളുടെ കൂട്ടുകാരൻ്റെത് ചെറിയ കമ്പുമാണെങ്കിൽ അളവിൽ വ്യത്യാസം ഉണ്ടാവില്ല മക്കളെ. അപ്പം നിങ്ങൾ ഇരിക്കുന്ന ഡെസ്കിൻ്റെ അളവ് എന്ത് ചെയ്യുക മക്കൾ? ഒരു സ്റ്റിക്ക് എടുത്തിട്ട് ഒരു കമ്പെടുത്തിട്ട് അളക്കുക കേട്ടോ. എന്നിട്ട് അതാണ് നമുക്ക് അവിടെ ഏതാണ് വാട്ട് ഐ ഫൗണ്ട് ഔട്ട് അല്ലേ. ലെങ്ത് ഓഫ് ഡെസ്ക് എന്നുള്ളതാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. ഡെസ്കിൻ്റെ നീളമാണ് പറഞ്ഞിട്ടുള്ളത്. ലെങ്ത് ഓഫ് ബെഞ്ച് അല്ലേ, ബെഞ്ചിൻ്റെ നീളമാണ് അടുത്തത് എഴുതാനായിട്ട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം മിസ് ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഒരു വടി വെച്ച് അളന്ന സമയത്ത് മിസ്സിന് ഡെസ്കിൻ്റെ ലെങ്ത് കിട്ടിയിട്ടുള്ളത് 3 സ്റ്റിക്സ് ആണ് കേട്ടോ. 3 കമ്പുകളാണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ബെഞ്ചിൻ്റെ ലെങ്ത് അളന്നപ്പം സെയിം തന്നെ 3 സ്റ്റിക്സ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് കിട്ടുന്ന കമ്പിനനുസരിച്ച് അതിൻ്റെ നീളം മാറ്റം ഉണ്ടായിരിക്കും. മക്കൾ നിങ്ങളുടെ ക്ലാസ്സിലിരിക്കുന്ന ഡെസ്കിൻ്റെ നീളം എത്ര കമ്പാണ് എന്നുള്ളത് ഇവിടെ എഴുതാം. മിസ്സിന് 3 കമ്പാണ് കിട്ടിയിട്ടുള്ളത്. ബെഞ്ചിൻ്റെ നീളം എത്ര കമ്പാണ് എന്നുള്ളതെന്ന് വെച്ചാൽ മക്കളത് ഇവിടെ എഴുതാം. മിസ് ഒരിക്കൽ കൂടി പറയാണ്, മക്കൾ ഉപയോഗിക്കുന്ന കമ്പിൻ്റെ ലെങ്ത് അനുസരിച്ച് നീളം വ്യത്യാസം ഉണ്ടായിരിക്കും. മിസ് കുറച്ച് നീളം കൂടിയിട്ടുള്ള കമ്പാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് മിസ്സിന് എന്ത് കിട്ടിയിട്ടുള്ളത്? 3 എന്ന് കിട്ടിയിട്ടുള്ളത്. ഇനി കുറച്ച് ചെറിയ കമ്പാണ് മിസ് എടുക്കുന്നത് വെച്ചാൽ എന്ത് ചെയ്യും? കൂടുതൽ കമ്പ് വെക്കേണ്ടി വരുമല്ലോ മിസ്സിന് അടക്കാനായിട്ട്. അപ്പോൾ അത് ചിലപ്പോൾ 5ഉം 10ഉം ഒക്കെ ആവാം. ഇനി അതിനേക്കാൾ വലിയൊരു കമ്പ് എടുക്കാമെന്ന് വെച്ചാൽ ചിലപ്പോൾ മിസ് ഡെസ്കിൻ്റെ അത്രയും നീളമുള്ള ഒരു കമ്പ എടുക്കുന്നതെന്ന് വെച്ചാൽ എത്ര കമ്പേ ആവുള്ളൂ മിസ്സിന് അളക്കാനായിട്ട്? ഒരു കമ്പേ ആവുള്ളൂ അല്ലേ. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക? നിങ്ങൾ നല്ലൊരു കമ്പ് എടുത്തിട്ട് മക്കൾ കൃത്യമായിട്ട് അളന്ന് നോക്കുക കേട്ടോ. എന്നിട്ട് ഡെസ്കിന് എത്ര നീളമുണ്ട് എന്നുള്ളത് എഴുതുക. അതുപോലെ തന്നെ നിങ്ങളുടെ ബെഞ്ചിന് എത്ര നീളമുണ്ട് എന്നുള്ളതും കമ്പിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതുക കേട്ടോ. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങളുടെ സ്കെയിലിൻ്റെതല്ല, കമ്പ് യൂസ് ചെയ്തിട്ടാണ് അളക്കേണ്ടത്. ഓക്കെ മക്കളെ, ഇനി നമുക്ക് നെക്സ്റ്റ് പോർഷനിലോട്ട് പോകാം അല്ലേ. അടുത്തതായിട്ട് ലെറ്റ്സ് മെഷർ ദി ലെങ്ത് ഓഫ് എ ടേബിൾ. ലെറ്റ്സ് മെഷർ ദി ലെങ്ത് ഓഫ് എ ടേബിൾ, അതായത് ഒരു മേശയുടെ നീളം അളക്കുക എന്നതാണ് നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് കേട്ടോ. നോക്കിക്കേ മക്കളെ,
അപ്പം നമ്മുടെ ക്ലാസ്സിൽ നമ്മുടെ ടീച്ചറൊക്കെ ഇരിക്കുന്ന ഒരു ടേബിൾ ഉണ്ടായിരിക്കില്ലേ, അതിൻ്റെ നീളമാണ് നമുക്ക് അളക്കേണ്ടത്. നോക്കിക്കേ, ലെറ്റ്സ് മെഷർ ദി ലെങ്ത് ഓഫ് ദി ടേബിൾ ഇൻ അവർ ക്ലാസ് യൂസിങ് അവർ ഹാൻഡ്സ് അല്ലേ. അതായത് നിങ്ങളുടെ കൈ ഉപയോഗിച്ചുകൊണ്ട് ക്ലാസ്സിലെ മേശയുടെ നീളം അളന്നാലോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മക്കളെ, എന്താണ് ചാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മുടെ തമ്പ് വിരലിൻ്റെ അല്ലേ, അതായത് പെരുവിരലിൻ്റെ അറ്റവും ചെറുവിരലിൻ്റെ അറ്റവും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഒരു ചാൺ അഥവാ ഒരു സ്പാൻസ് എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, നിങ്ങൾക്ക് കാണാം ടീച്ചറുടെ അടുത്തായിട്ട് ഒരു ബോയ് ഇരിക്കുന്നത് കണ്ടോ. അവൻ്റെ കൈ വെച്ചിട്ട് മെഷർ ചെയ്യുന്നത് കണ്ടോ മക്കളെ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ചാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ എത്ര ചാണുണ്ട് ആ മേശ എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, അവന് അളന്ന് വരുന്നത് അല്ലേ. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഇത്തരത്തിൽ നിങ്ങളുടെ ക്ലാസ്സിലെ മേശയുടെ നീളവും അതുപോലത്തെ മേശയുടെ ഉയരവും അല്ലേ. നീളം എന്ന് പറഞ്ഞാൽ എവിടുന്ന് മുതൽ അളക്കണം മക്കളെ, ഈ ഒരു സൈഡ് മുതൽ ഈ ഒരു സൈഡ് വരെ അളക്കുന്ന ഈ ഒരു ദൂരത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുക, നീളം എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ നീളം എന്ന് പറയുന്നത് അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഇനി നമുക്കതിൻ്റെ ഹൈറ്റാണ് നമ്മളോട് സെക്കൻഡ് വണ്ണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. നോക്കിക്കേ, ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇവിടെ വരെയുള്ള ഈ ഒരു ദൂരത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ലെങ്ത്തും അതുപോലെ തന്നെ അതിൻ്റെ ഹൈറ്റും മക്കൾ എന്ത് ചെയ്യണം, ഇത്തരത്തിൽ നിങ്ങളുടെ കൈ ഉപയോഗിച്ചുകൊണ്ട് മെഷർ ചെയ്യാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നോക്കിക്കേ മക്കളെ, അവിടെ നിങ്ങൾക്ക് 3 കോളം എന്ന് തന്നിട്ടുണ്ട്. അവിടെ ഫസ്റ്റ് വൺ ഐ മെഷേർഡ്, അതായത് ഞാൻ അളന്നപ്പോൾ, അതായത് നിങ്ങൾ അളന്ന സമയത്ത് എത്രയാണ് ലെങ്ത് ഓഫ് ദി ടേബിളിൻ്റെ നീളം എത്ര സ്പാൻസ് അഥവാ എത്ര ചാണാണ് കിട്ടിയത് എന്ന് എഴുതണം. അതുപോലെ തന്നെ ടേബിളിൻ്റെ ഹൈറ്റ് എത്ര സ്പാൻസ് ആണ് കിട്ടിയതെന്ന് ഇവിടെയും എഴുതണം. ഇനി മൈ ഫ്രണ്ട് മെഷേർഡ് എന്നാണ് പറഞ്ഞത്, അതായത് നിങ്ങളുടെ കൂട്ടുകാരൻ അളന്ന സമയത്ത് ടേബിളിൻ്റെ ലെങ്ത് എത്ര സ്പാൻസ് അഥവാ എത്ര ചാണ് കിട്ടിയെന്ന് എഴുതുക. അതുപോലെ തന്നെ ഹൈറ്റ് എത്ര സ്പാൻസ് കിട്ടി എന്നുള്ളതും ഇവിടെ എഴുതുക. ഇനി അതെല്ലാം കഴിഞ്ഞിട്ട് മൈ ടീച്ചർ മെഷേർഡ് അല്ലേ, അതായത് എൻ്റെ ടീച്ചർ അളന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളമുണ്ട്. അപ്പോൾ ടീച്ചർ അളന്ന സമയത്ത് കിട്ടിയിട്ടുള്ള ചാണ് അഥവാ സ്പാൻസ് ഇവിടെ എഴുതുക. അതുപോലെ ടീച്ചർ അളന്നപ്പം മേശയുടെ ഉയരം എത്ര സ്പാൻസ് അഥവാ ചാണ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുക മക്കൾ ഇവിടെയും എഴുതണം. പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പം മിസ് ഒരു കാര്യം ചോദിച്ചോട്ടെ, എല്ലാവരും അളക്കുന്നതും ഒരേ നീളമാണോ കിട്ടുക? അല്ല അല്ലേ. കാര്യം എന്താണ്, ഇപ്പം മിസ്സിൻ്റെ കയ്യിൻ്റെ അത്ര വലുപ്പം ഉണ്ടായിരിക്കില്ല മക്കളുടെ കയ്യിൽ. അപ്പം മിസ്സിന് ചിലപ്പം അളന്ന സമയത്ത് ഒരു 8 ചാണൊക്കെയാണ് കിട്ടിയതെന്ന് വെച്ചാൽ മക്കൾക്ക് ചിലപ്പം എന്ത് ചെയ്യും, അതിനും കൂടുതൽ കിട്ടൂല. കാര്യം എന്താണ്, നിങ്ങളുടെ കൈ ചെറിയ കൈയാണ് അല്ലേ. ഓക്കെ മക്കളെ, മനസ്സിലായിട്ടുണ്ടല്ലോ. ഇത് നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് ലൈവായിട്ട് ചെയ്യുന്ന സമയത്ത് കൂട്ടുകാർക്ക് കുറച്ചുകൂടി അധികം മനസ്സിലാവും കേട്ടോ. ഇപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. അപ്പം നമ്മൾ ആദ്യം എന്താണ് കണ്ടെത്താനായിട്ട് പോകുന്നത്, ടേബിളിൻ്റെ ലെങ്ത് ആണ് അല്ലേ, ടേബിളിൻ്റെ നീളമാണ്. അപ്പം ഞാൻ അളന്നത് എന്നുള്ള കോളമുണ്ട്, കൂട്ടുകാരൻ അളന്നത് എന്നുള്ള കോളമുണ്ട്, ടീച്ചർ അളന്നത് എന്നുള്ള കോളമുണ്ട്. അപ്പം മിസ് ഇവിടെ ക്ലാസ്സിൽ ചെയ്യിപ്പിച്ച സമയത്ത് മിസ്സിൻ്റെ ക്ലാസ്സിൽ ഒരു കുട്ടി ചെയ്ത സമയത്ത് അവന് മേശയുടെ ലെങ്ത് കിട്ടിയിട്ടുള്ളത് 8 സ്പാൻസ് ആണ് കേട്ടോ, അഥവാ 8 ചാണാണ് കിട്ടിയിട്ടുള്ളത്. അവൻ്റെ കൂട്ടുകാരൻ അളന്നപ്പം എത്രയാണ് കിട്ടിയിട്ടുള്ളത്, 8 ചാണാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. പക്ഷേ മിസ് അളന്ന സമയത്ത് ആകെ 6 ആണ് കിട്ടിയിട്ടുള്ളത്. എത്രയാണ്, 6 സ്പാൻസ് അഥവാ 6 ചാണാണ് കിട്ടിയിട്ടുള്ളത്. ഇനി മേശയുടെ ഹൈറ്റ് അളന്ന സമയത്ത് ഒരു കുട്ടി അളന്ന സമയത്ത് എന്താണ്, മേശയുടെ ഹൈറ്റ് 7 ചാണാണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ കൂട്ടുകാരൻ അളന്നപ്പം അത്ര തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ മിസ് അളന്ന സമയത്ത് 5 ചാണാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ മക്കളെ, മനസ്സിലായിട്ടുണ്ടോ? അപ്പം ഇത്തരത്തിലാണ് മിസ്സും അതുപോലെ തന്നെ മിസ്സിൻ്റെ കുട്ടികളൊക്കെ ക്ലാസ്സിൽ നിന്ന് മെഷർ ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ളത്. അപ്പം മക്കൾ ഇത് ക്ലാസ്സിൽ നിന്ന് നിങ്ങളുടെ മറ്റു കൂട്ടുകാരോടൊപ്പം നിങ്ങളുടെ ടീച്ചേഴ്സിനൊപ്പം ഒക്കെ ചെയ്ത് നോക്കുക, എത്രയാണ് കിട്ടുന്നത് എന്ന് നോക്കുക കേട്ടോ. പിന്നെ ഓരോ ക്ലാസ്സിലുള്ളയും ബെഞ്ചിൻ്റെയും ഡെസ്കിൻ്റെയും മേശയുടെയും ഒക്കെ നീളത്തിലും അതുപോലെ തന്നെ ഹൈറ്റിലൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് അവിടെ നമുക്ക് കിട്ടുന്ന മെഷർമെൻറ്റിലും മാറ്റം ഉണ്ടായിരിക്കും കേട്ടോ. അപ്പം മക്കളത് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്കവിടെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എന്താണ്, ഡിഡ് യു ആൻഡ് ദി ടീച്ചർ ഗെറ്റ് ദി സെയിം മെഷർമെൻറ്റ്സ്, അതായത് നിങ്ങൾക്കും അതുപോലെ തന്നെ ടീച്ചർക്കും കിട്ടിയത് ഒരുപോലെയാണോ, ഒരേ അളവാണോ കിട്ടിയത്? ആണോ മക്കളെ? നമ്മുടെ ടേബിളിലോട്ട് നോക്കിക്കേ. അല്ല അല്ലേ, നിങ്ങൾ അളന്നപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരൻ അളന്നപ്പം ഏകദേശം ഒരേപോലെയാണ് കിട്ടിയിട്ടുള്ളത്.
പക്ഷേ ടീച്ചർ അളന്നപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് കൂട്ടുകാർക്ക് എന്താണ് മനസ്സിലായിട്ടുള്ളത്? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ കൈയിൻ്റെ ആ ഒരു വലുപ്പവും അതുപോലെ തന്നെ നിങ്ങളുടെ ടീച്ചറിൻ്റെ കൈയുടെ വലുപ്പവും തമ്മിൽ എന്തുണ്ടായിരിക്കും മക്കളെ? മാറ്റം ഉണ്ടായിരിക്കില്ലേ. ടീച്ചർക്ക് കുറച്ചുകൂടി വലിയ കൈയാണ് അല്ലേ. നമ്മൾ ചിലപ്പോൾ 2 കൈ വെക്കുന്ന ആ ലെങ്ത് ടീച്ചർക്ക് ചിലപ്പോൾ എന്ത് വെച്ചാൽ മതി, ഒരൊറ്റ കൈ വെച്ചാൽ തന്നെ ആ ഒരു നീളം മെഷർ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ആ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതാണ് മക്കൾ അതിൽ നിന്ന് കണ്ടെത്തിയ കാര്യം കേട്ടോ. അതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അവിടെ എഴുതേണ്ടത്. നോക്കിക്കേ മക്കളെ, വാട്ട് ഐ ഫൗണ്ട് ഔട്ട് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഐ ഫൗണ്ട് ഔട്ട് ദാറ്റ് ദി മെഷർമെൻറ്റ്സ് വേർ ഡിഫറെൻറ്റ് ബിക്കോസ് അവർ ഹാൻഡ് സൈസ് ആർ ഡിഫറെൻറ്റ് എന്ന് എഴുതാം അല്ലേ. അതായത് എന്താണ് ഞാൻ കണ്ടെത്തിയിട്ടുള്ളത്? മെഷർമെൻറ്റ്സ് വേർ ഡിഫറെൻറ്റ് അല്ലേ. ഓരോരുത്തർ അളന്നിട്ടുള്ള അളവുകളും എന്താണ്? വ്യത്യസ്തമാണ്. ബിക്കോസ് അവർ ഹാൻഡ് സൈസ് ആർ ഡിഫറെൻറ്റ്. കാരണം എന്താണ്? ഞങ്ങളുടെ ഹാൻഡ് സൈസിൽ, അതായത് കൈയുടെ സൈസ് അല്ലേ, വലുപ്പം എന്താണ്? വ്യത്യസ്തമാണ് എന്നുള്ളതാണ് മക്കൾ എഴുതേണ്ടത് കേട്ടോ. ഞങ്ങളുടെ കൈയുടെ വലുപ്പം വ്യത്യസ്തമായതുകൊണ്ട് എന്താണ്? അളവുകളും വ്യത്യസ്തമാണ് എന്നതാണ് ഞാൻ കണ്ടുപിടിച്ചത് എന്നാണ് മക്കൾ അവിടെ എഴുതേണ്ടത് കേട്ടോ. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പം ഇത്തരത്തിലാണ് മക്കൾ അവിടെ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ഒരു പ്രവർത്തനത്തിലോട്ട് പോവാം. ലെറ്റ്സ് ഫൈൻഡ് ദി ഹൈറ്റ് എന്നുള്ളതാണ്. എന്താണ് മക്കളെ? ലെറ്റ്സ് ഫൈൻഡ് ദി ഹൈറ്റ് എന്നുള്ളതാണ്. അതായത് ഉയരം നോക്കാം എന്നുള്ളതാണ്. നോക്കിക്കേ മക്കളെ, അവിടെ നമുക്ക് ഒരു ഫാദറും മദറും അതുപോലെ തന്നെ നമ്മുടെ നീബയും അതുപോലെ നീബയുടെ ബ്രദറും ഒക്കെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവരെന്ത് ചെയ്യാണ്? അവരുടെ ഹൈറ്റ് നോക്കുകയാണ് അല്ലേ. അപ്പോൾ അവിടെ അവരെന്ത് ചെയ്തിട്ടുണ്ട്? അവരുടെ പുറകിലുള്ള ആ ഒരു വാളിൽ ചുമരിൽ മക്കൾക്ക് എന്ത് കാണാം? ഇങ്ങനെ കട്ട വെച്ചതായിട്ട് കാണാം. അപ്പോൾ എത്ര കട്ടയുണ്ട് എന്നുള്ളതാണ് മക്കൾ അവിടെ ഓരോരുത്തരുടെയും ബോക്സിൽ എഴുതേണ്ടത് കേട്ടോ. എത്ര ബ്രിക്സ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നോക്കിക്കേ മക്കളെ, ഫസ്റ്റ് ഹൈറ്റ് ഓഫ് മദർ എന്ന കോളാണ് അല്ലേ. അതായത് അമ്മയുടെ ഹൈറ്റാണ്. അവിടെ 13 ബ്രിക്സ് എന്ന് തന്നിട്ടുണ്ട് അല്ല, 13 കട്ടകൾ എന്ന് തന്നിട്ടുണ്ട്. മക്കളൊന്ന് കൗണ്ട് ചെയ്ത് നോക്കിക്കേ മക്കളെ. എവിടെ മുതലാണ്? ഈ അറ്റം മുതൽ ഇവിടെ വരെയാണുള്ളത്. എത്ര ബ്രിക്സ് ഉണ്ട്? കൗണ്ട് ചെയ്തേ. 1 2 3 4 5 6 7 8 9 10 11 12 13 അല്ലേ. അതായത് 13 ബ്രിക്സ് ആണ് അവിടെയുള്ളത്. ഇനി അതുപോലെ തന്നെ ഫാദറിൻ്റെത് നമുക്ക് കാണണം അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ബ്രിക്സ് അല്ലേ ഉള്ളത്. ഇവിടെ വരെ ആയ സമയത്ത് നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? 13 എന്ന് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനേക്കാൾ 1 കൂടുതലാണ്. ഇനി മക്കൾ അങ്ങനെ നോക്കണ്ട, നിങ്ങൾ എന്ത് ചെയ്താൽ മതി? കൗണ്ട് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. നോക്കിക്കേ മക്കളെ, 1 2 3 4 5 6 7 8 9 10 11 12 13 14. അപ്പോൾ എത്രയാണ് ഹൈറ്റ് ഓഫ് ഫാദർ എന്ന് പറയുന്നത്? 14 ബ്രിക്സ് ആണ് അല്ലേ. അതായത് 14 കട്ട എന്നാണ് മലയാളം മീഡിയമുള്ള കുട്ടികൾ അവിടെ എഴുതേണ്ടത് കേട്ടോ. 14 കട്ട എന്ന് വേണം എഴുതാൻ. ഇനി അടുത്തത് നമുക്ക് നീബയുടെ ഉയരമാണ് കാണേണ്ടത് അല്ലേ. നീബയുടെ ഉയരമാണ് കാണേണ്ടത്. ഇവിടെ വരെയല്ലേ ഉള്ളത്. ഇവിടെ മുതൽ കൗണ്ട് ചെയ്ത മക്കളെ, 1 2 3 4 5 6 7 8 9 10 അല്ലേ. 10 കട്ട മാത്രമേ ഉള്ളൂ. എത്രയാണുള്ളത്? 10 ബ്രിക്സ് ആണ് അല്ലേ. എത്രയാണുള്ളത്? 10 കട്ടയേ ഉള്ളൂ. അപ്പം ഇവിടെ എന്ത് എഴുതണം? 10 ബ്രിക്സ് എന്ന് വേണം മക്കൾ എഴുതാനായിട്ട്. പറഞ്ഞത് മനസ്സിലായോ? അത് ലാസ്റ്റ് ഹൈറ്റ് ഓഫ് ബ്രദർ ആണല്ലോ. ബ്രദറിന് എത്ര ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് ഇവിടെ മുതൽ ഇവിടെ വരെയാണ് അല്ലേ. നമുക്ക് നിബയുടേത് എത്ര കിട്ടിയിട്ടുണ്ട്? ഇവിടെ വരെ ആയപ്പോൾ 10 ആണ്. അതിനേക്കാൾ ഒരു കട്ടയെ ആർക്ക് കൂടുതലുള്ളൂ? നമ്മുടെ ബ്രദറിന് കൂടുതലുള്ളൂ അല്ലേ. അപ്പോൾ അത് നമുക്ക് എന്ത് എഴുതിയാൽ മതി? 11 എന്ന് എഴുതിയാൽ മതി. 11 ബ്രിക്സ് എന്ന് നമുക്ക് കിട്ടും അല്ലേ. അതായത് 11 കട്ട എന്ന് കിട്ടും. പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടല്ലോ. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ലുക്ക് അറ്റ് ദി തിങ്സ് ബിലോ. അതായത് നമുക്കവിടെ താഴെ തന്നിട്ടുള്ള സാധനങ്ങളിൽ ഏറ്റവും നീളം കൂടിയതിന് 1, അതിൽ കുറവിന് 2, അതിൽ കുറവ് 3 എന്നിങ്ങനെ ക്രമമായി നമ്പർ വട്ടത്തിൽ എഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നിങ്ങൾക്ക് താഴെ അവിടെ കുറച്ച് സാധനങ്ങൾ തന്നിട്ടുണ്ടല്ലോ. റൈസർ ഉണ്ട്, പെൻസിലുണ്ട് അല്ലേ. അതുപോലെ തന്നെ മറ്റു കുറച്ച് സാധനം കൂടി നമുക്ക് അവിടെ തന്നിട്ടുണ്ടല്ലോ. ഒരു സൂചിയുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരു പെന്നുണ്ട്, ഒരു സ്പൂണുണ്ട് അല്ലേ. അപ്പോൾ അതിൽ നീളം കൂടിയതിന് 1 എന്നും അതിൽ കുറവിന് 2 എന്നും അതിനേക്കാൾ കുറച്ചുകൂടി കുറവിന് 3 എന്നും നമ്പർ ഇടാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വളരെ സിമ്പിൾ അല്ലേ മക്കളെ. ഇതിൽ ഏറ്റവും ഹൈറ്റ് കൂടിയിട്ടുള്ളത് ഏതാണ്? നോക്കിക്കേ, പെന്നിന് ഇവിടെ തുടങ്ങിയിട്ട് ഇവിടെ വരെ ഹൈറ്റ് ഉണ്ട് അല്ലേ. ഇവിടെ വരെ ഹൈറ്റ് ഉണ്ട്. അപ്പോൾ 1 നമ്പർ നമുക്ക് ആർക്കിടാം?
യെസ്, പേനയ്ക്ക് നമ്മൾ 1 എന്ന നമ്പർ അല്ല ഏറ്റവും ഹൈറ്റ് കൂടിയത്. പിന്നെയുള്ളത് നമുക്ക് ഈ ഒരു പിക്ചർ കണ്ടാൽ അറിയാം അല്ലേ. ഇവിടെ നോക്കിക്കേ, സ്പൂണ് 1 2 3 4 5 അല്ലേ, 5 കളങ്ങളിൽ എന്തുണ്ട്, സ്പൂണിൻ്റെ ഹൈറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ 2 എന്നിടാം. ഇനി അടുത്ത് നോക്കിക്കേ മക്കളെ, ഇവിടെ പെൻസിൽ 1 മുതൽ 4 എന്ന് വരെയുള്ള കോളത്തിലുണ്ട് അല്ലേ. അപ്പം 3 എന്ന് ആർക്കിടാം, പെൻസിലിന് നമ്പർ ഇടാം. അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ടുള്ളതാണ്, മക്കൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. അടുത്തത് ഹൈറ്റ് ഉള്ളത് ആരാണ്? ഇനി 4ഉം 5ഉം കൊടുക്കാൻ പറയാം, നമുക്ക് നീഡിലിനിടാം. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് റേസറിടാം. മനസ്സിലായിട്ടുണ്ടോ മക്കളെ? അപ്പോൾ ഇത്തരത്തിലാണ് ആ ഒരു പ്രവർത്തനം നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് ചുവടെ അവിടെ ഫില്ല് ചെയ്യാനായിട്ടുള്ളൊരു കാര്യമുണ്ട് കേട്ടോ. അതായത് പെൻസിലിന് എത്ര സ്ക്വയേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ സ്പൂണിന് എത്ര സ്ക്വയേഴ്സ് ആണ്, റേസറിന് എത്ര സ്ക്വയേഴ്സ് ആണ്, പെന്നിന് എത്ര സ്ക്വയേഴ്സ് ആണ്, നീഡിൽ എത്ര സ്ക്വയേഴ്സിലാണുള്ളത് എന്നുള്ളത് ഈ ഒരു പിക്ചർ നോക്കിയിട്ട് എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പെൻസിലുള്ള കളങ്ങൾ, പെൻസിൽ എത്രയുണ്ട് മക്കളെ? നോക്കിക്കേ, നമുക്ക് ആദ്യം ഈ കളങ്ങൾക്കൊന്ന് നമ്പർ ഇടാം കേട്ടോ. ഇവിടെ 1 2 3 4 5 6 7 8 9 അല്ലേ. അപ്പോൾ പെൻസിൽ എത്ര കളങ്ങൾ വരെയുണ്ട്? ഇവിടെ മുതൽ ഇവിടെ വരെയാണ് അല്ലേ. ഇതെന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 2 3 4 കളങ്ങളാണ് അല്ലേ. എത്രയാണ്? 4 സ്ക്വയേഴ്സ് ആണ് പെൻസിലുള്ളത്. ദെൻ സ്പൂണാണ് നമുക്ക് നോക്കേണ്ടതിൽ. ഇവിടെ മുതൽ ഇവിടെ വരെയല്ലേ ഉള്ളത് മക്കളെ. 1 2 3 4 5 അല്ലേ. അപ്പോൾ 5 സ്ക്വയേഴ്സ് അല്ലേ, 5 കളങ്ങളാണ് സ്പൂണിലുള്ളത്. അടുത്തത് നമുക്ക് റബ്ബറാണ് വേണ്ടത് അല്ലേ. ഇറേസറോ ഇവിടെ 1 2 അല്ലേ, 2 എണ്ണത്തിലേ ഉള്ളൂ. അപ്പോൾ 2 കളങ്ങളിലാണുള്ളത്. എന്താണ്? 2 സ്ക്വയേഴ്സിലാണുള്ളത്. ദെൻ പെന്ന് നമുക്ക് ഇവിടെ മുതൽ ഇവിടെ വരെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ 5 ആയി 6 7 അല്ലേ. എത്ര കോളങ്ങളാണുള്ളത്? 7 സ്ക്വയേഴ്സ് ആണുള്ളത്. ദെൻ നീഡിൽ അല്ലേ, ഇവിടെ മുതൽ ഇവിടെ വരെയാണ്. അപ്പം 3 സ്ക്വയേഴ്സിൽ എത്രയും സ്ക്വയേഴ്സ് ആണ് ഉള്ളത്. പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പം ഇതേ രീതിയിലാണ് മക്കൾ എന്ത് ചെയ്യേണ്ടത്, ആ ഒരു പ്രവർത്തനം കംപ്ലീറ്റ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. മിസ് നേരത്തെ പറഞ്ഞല്ലോ, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് കേട്ടോ. ജസ്റ്റ് നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യാനും അതിൻ്റെ എത്രയാണ് അതിൻ്റെ ലെങ്ത്ത് അഥവാ എത്രയാണ് അതിൻ്റെ ഹൈറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതാനൊക്കെയാണ് മക്കൾക്ക് ഉള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നമ്മളിന്ന് പുതിയൊരു കൺസെപ്റ്റ് പഠിച്ചില്ല. ചാണെന്ന് പറഞ്ഞാൽ, ഒരു ചാൺ അഥവാ ഒരു സ്പാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് മക്കൾക്ക് അറിയാലോ. നമ്മുടെ ഏത് വിരൽ മുതൽ ഏത് വിരൽ വരെയുള്ള ലെങ്താണ് മക്കളെ? ഏത് വിരൽ മുതൽ ഏത് വിരൽ വരെയുള്ള ഡിസ്റ്റൻസ് ആണ്? നമ്മുടെ പെരുവിരലിലെ നമ്മുടെ തമ്പിൻ്റെ ടിപ്പും അതുപോലെ നമ്മുടെ ലിറ്റിൽ ഫിംഗറിലെ ചെറിയ ഫിംഗറിൻ്റെ ആ ഒരു ടിപ്പും തമ്മിലുള്ള ആ ഒരു ലെങ്ത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒരു ചാൺ അഥവാ ഒരു സ്പാൻസ് എന്ന് പറയുന്നത്. അത് മക്കൾ ഓർത്തിരിക്കുക. അത് വെച്ചിട്ട് മക്കൾ എന്ത് ചെയ്യുന്ന വീട്ടിൽ നിങ്ങളിപ്പോൾ സ്റ്റഡി ടേബിൾ ഉണ്ടാവില്ലേ, അതിൻ്റെ ലെങ്ത്ത് മെഷർ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ഹൈറ്റൊക്കെ മക്കൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കൈ വെച്ചൊന്ന് ആദ്യം മെഷർ ചെയ്യുക. എന്നിട്ട് മക്കൾക്ക് കിട്ടിയിട്ടുള്ള അളവൊന്ന് എഴുതുക. അതിനുശേഷം നിങ്ങളുടെ ഫാദറിനെയോ മദറിനെയോ ആരെങ്കിലും ഒരാളെ വിളിച്ചിട്ട് എന്ത് ചെയ്യുക, അവരോടും ഒന്ന് മെഷർ ചെയ്യാൻ പറയും. എന്നിട്ട് മക്കളൊന്ന് ചെക്ക് ചെയ്യുക, നിങ്ങൾക്ക് 2 പേർക്കും കിട്ടിയിട്ടുള്ള സെയിം ആണോ എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി, അടുത്ത മാത്സ് ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ ബാക്കി പോർഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാ കൂട്ടുകാരും വേഗം തന്നെ എന്ത് ചെയ്യുക, നമ്മളെടുത്തിട്ടുള്ള ഭാഗങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക കേട്ടോ. പുസ്തകങ്ങളൊക്കെ എല്ലാവരും ഇംഗ്ലീഷും മലയാളമൊക്കെ മക്കൾ വായിക്കുക. നമ്മൾ പഠിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ള പോർഷൻസൊക്കെ നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഇനി നമ്മുടെ ഫൈനൽ എക്സാമിന് നമുക്ക് കുറച്ച് മാസങ്ങളെ നമ്മുടെ മുന്നിലുള്ളൂ അല്ലേ. ഇപ്പം അതൊക്കെ ഇപ്പോൾ പെട്ടെന്ന് തന്നെ സ്കൂൾ പൂട്ടി തുറന്നു കഴിഞ്ഞാൽ നമുക്ക് വേഗം നമ്മുടെ ചാപ്റ്റേഴ്സൊക്കെ ഇനി സ്കൂളിൽ പെട്ടെന്നൊക്കെ തീർക്കും. വേഗം നമ്മുടെ എക്സാം വരും. അപ്പോഴേക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, എല്ലാ ഭാഗങ്ങളും നന്നായിട്ട് പഠിക്കണം. മക്കളെല്ലാവരും ഇപ്പം തന്നെ നിങ്ങളുടെ ഫൈനൽ എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.